ചേർത്തല തിരോധാന കേസിൽ അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം. പ്രതി സെബാസ്റ്റ്യന്റെ ഭാര്യയെ ചോദ്യം ചെയ്യും. നാളെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിപ്പിക്കും. SS ശരൺ നൽകും വിവരങ്ങൾ. ശരൺ, ഈ കേസിന്റെ ഇപ്പോഴത്തെ നീക്കം എങ്ങനെയാണ്? ഒരു നിർണായക നീക്കത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ സെബാസ്റ്റ്യന്റെ ഭാര്യയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ശ്രുതി, ഇതിനെ നിർണായക നീക്കമായിട്ട് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഈ കേസ് അന്വേഷണത്തോട് ഇതുവരെയും പ്രതിയായ സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല. കഴിഞ്ഞ 5 ദിവസമായി SP-യുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിട്ട് പോലും ഈ കേസിൽ ലീഡ് ഉണ്ടാക്കുന്ന ഒരു മറുപടി പോലും അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഒപ്പം തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടികളാണ് ഇയാൾ പലപ്പോഴും നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇയാളുടെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ കൃത്യവുമായി ബന്ധപ്പെട്ട ഈ പ്രതിയുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ എന്നുള്ളതായിരിക്കും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുക. ഒപ്പം തന്നെ ഈ പ്രതിയായ സെബാസ്റ്റിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആലോചനയിൽ കൂടിയാണ് അന്വേഷണ സംഘമുള്ളത്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ വളരെ പ്രധാനപ്പെട്ട യോഗം ചേരുകയാണ്. അതിനുശേഷമായിരിക്കും അവരെ വിളിച്ചു വരുത്താനുള്ള നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ നാളെ വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഈ കേസ് അന്വേഷണത്തെ സംബന്ധിച്ച്. കാരണം ഇതുവരെ കണ്ടെടുത്ത അസ്ഥികളെല്ലാം തന്നെ DNA പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അങ്ങനെ DNA പരിശോധനയുടെ പ്രാഥമിക പരിശോധനാ ഫലം അത് നാളെയാണ് വരുന്നത്. അതിൽ നിന്നാണ് ആരുടെ അസ്ഥിയാണെന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുക. പ്രധാനമായും 3 പേരുടെ ആണെന്നുള്ളതാണ് സംശയമായിട്ട് ഉള്ളത്. ഒന്നുകിൽ ബിന്ദുവിൻ്റെയോ ഐഷയുടെയോ അല്ലെങ്കിൽ ജയനമ്മയുടെയോ. ഇതിൽ ആരുടെയാണെന്നുള്ളത് നാളത്തെ ഫലത്തിലൂടെ സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് അന്വേഷണ സംഘം ഉള്ളത്. ഇതിനിടയിലാണ് ഒരു വശത്ത് ഭാര്യയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ഈ പ്രതിയായ സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം നീളുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇയാൾ വലിയ തോതിൽ തന്നെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോടികൾ സഹകരണ ബാങ്കുകൾ നിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ കുത്തിയ തോട് അടക്കമുള്ള സർവീസ് സഹകരണ ബാങ്കുകളിൽ നിന്ന് ഇയാൾ വൻ തുക പിൻവലിച്ചു എന്നുള്ളതും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നതാണ്. അപ്പോൾ ഈ പണം എവിടെ നിന്നാണെന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ ഇയാൾ മറുപടി നൽകിയത് താൻ ഗൾഫിൽ ദീർഘകാലം ഉണ്ടായിരുന്നു, അവിടുത്തെ ജോലിയിൽ നിന്ന് സമ്പാദിച്ച പണമാണെന്നുള്ളതാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് ഇത് വിശ്വാസത്തിലെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് അതായത് ഇപ്പോൾ ഈ തിരോധാനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ പക്കൽ നിന്ന് തട്ടിയെടുത്ത പണമാണോ എന്നുള്ള വിശദമായ അന്വേഷണവും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ശരി, SS ശരണാണ് വിവരങ്ങൾ നൽകിയത്.